പലരും ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് അവരുടെ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നിറം. എന്തൊക്കെ ചെയ്തിട്ടും ഈ കറുപ്പ് നിറം പോവില്ല. പലപ്പോഴും ക്രീമുകൾ കാര്യങ്ങളൊക്കെ പുരട്ടി നോക്കും. ചിലവരൊക്കെ ഇത് അഴുക്കാണ് എന്ന് തെറ്റിദ്ധരിച്ച് സ്ക്രബ്ബർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. പക്ഷെ എത്ര നാൾ എന്തൊക്കെ ചെയ്തിട്ടും ഇതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. കഴുത്തിന് ചുറ്റും മാത്രമായിരിക്കില്ല, പലപ്പോഴും കക്ഷം ഭാഗത്തും കൈമുട്ടുകളിലും ഈ കറുപ്പ് നിറം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് പലപ്പോഴും സ്റ്റാർട്ടിങ് സമയത്തൊക്കെ ഒരു ജസ്റ്റ് ബ്ലാക്ക് കളർ മാത്രമായിരിക്കും ഉണ്ടാവുക. എന്നാൽ അതിനുശേഷം ഒരു പാച്ച് പോലെയായിട്ട് ഇത് വരാനായിട്ടും തുടങ്ങും. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് അസന്തോസിസ് നൈഗ്രിക്കൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ കറുപ്പ് നിറം എന്തുകൊണ്ട് വരുന്നു, എങ്ങനെ നമുക്ക് ഇതിന് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, എങ്ങനെ ഇത് മാറ്റിയെടുക്കാം എന്നാണ്. അപ്പം ഞാൻ ഡോക്ടർ എല്ല മേരി ജോബ്സൺ, ആയുർജൻ ക്ലിനിക്, പത്തനംതിട്ട. പ്രത്യക്ഷത്തിൽ നമുക്കിതൊരു സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ പോലെ തോന്നാമെങ്കിലും നമ്മൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രീം കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് നോക്കും. പക്ഷേ ഇതിൻ്റെ ശരിക്കും ഉള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്താണ്. സത്യത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളെ ഒരു വാർണിംഗ് സൈന് പോലെ ശരീരം പുറത്തോട്ട് കാണിക്കുന്നതാണ് ഈ കറുപ്പ് നിറം. അതുകൊണ്ട് തന്നെ നമ്മൾ പുറമേ ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നതിനേക്കാളും വളരെ ഉചിതം എന്ന് പറയുന്നത് നമുക്ക് അകത്തുള്ള ഒരു പ്രശ്നത്തെ മാറ്റിക്കളയുക എന്നാണ്. ഫസ്റ്റ് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് ഡയബറ്റീസ് പോലത്തെ പ്രശ്നങ്ങൾ വരുന്നതിന് മുന്നേ ആയി ഈ ഒരു കറുപ്പ് നിറം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് കഴുത്തിന് ചുറ്റുമാണെങ്കിലും കൈമുട്ടിലാണെങ്കിലും കഷം ഭാഗത്തായിരിക്കും ധാരാളമായിട്ട് നമുക്കിത് കാണാനായിട്ട് സാധിക്കാം. അതുപോലെ തന്നെ അമിതവണ്ണമുള്ളവരിൽ, പൊതുവെ അമിതവണ്ണമുള്ളവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരിൽ ഈ ഒരു കറുപ്പ് നിറം കുറച്ചധികം കൂടുതലായിട്ട് കാണാനായിട്ടുള്ള ചാൻസും ഉണ്ട്. പിന്നെ ഹോർമോണൽ ഇംബാലൻസ്, ഈ ഹോർമോണൽ ഇംബാലൻസ് റിലേറ്റഡ് ആയിട്ടുള്ള PCOS PCOD പ്രശ്നങ്ങൾ, തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരിലും ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് അവർ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. പലപ്പോഴും ഈ ഹോർമോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആണെങ്കിലും ഈ ഇൻസുലിൻ തെറാപ്പി കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഈ ഒരു കറുപ്പ് നിറം നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇത് ഉള്ളവരാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇതിന് ചെയ്യാനായിട്ട് സാധിക്കും? ഫസ്റ്റ് തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് എന്തിനാണ്? ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾക്കാണ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. ഇപ്പോൾ കുറച്ച് അമിതവണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നോക്കുക. വെയിറ്റ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസിനെ അത് ബാധിക്കും. വെയിറ്റ് ലോസിന്റെ കൂടെ തന്നെ ഫൈബർ നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കാർബോഹൈഡ്രേറ്റ് വളരെ കുറവുള്ള ഭക്ഷണങ്ങളും കഴിക്കാനായിട്ട് നോക്കുക. അതായത് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക, കാർബോഹൈഡ്രേറ്റ് പോലത്തെ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക, ഷുഗർ റിലേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടാതെ നോക്കുക. അപ്പം അതിനും ഈ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും എക്സസൈസ്, മെയിനായിട്ട് ഡയറ്റ് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ ഷുഗർ ലെവൽ നോർമൽ രീതിയിലോട്ട് എത്തിക്കാനായിട്ട് നോക്കുക. അമിതവണ്ണം ഉണ്ടെങ്കിൽ വെയിറ്റും കുറയ്ക്കുക. ഇനി ഹോർമോണൽ ഇംബാലൻസ്, അതായത് PCOS PCOD റിലേറ്റഡ് ആയിട്ട് പ്രശ്നമുള്ളവരാണെങ്കിൽ പാലുൽപ്പന്നങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. എണ്ണപ്പലഹാരങ്ങളാണെങ്കിലും മൈദ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതെല്ലാം ഒഴിവാക്കി കൂടുതലും വെജിറ്റബിൾസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ PCOS PCOD റിവേഴ്സ് ചെയ്യാനായിട്ടാണെങ്കിലും എക്സസൈസിന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ഡെയിലി കുറച്ച് നേരം എക്സസൈസിന് വേണ്ടിയിട്ടും മാറ്റി വെക്കുക. പിന്നെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വെയിറ്റ് കൂടുന്ന ഒരു ഇഷ്യൂ ഉണ്ടാകും. അപ്പോൾ വെയിറ്റ് കുറയാനായിട്ടുള്ള കാര്യങ്ങളും കൂടി ചെയ്യുക. ഇനി സ്കിൻ റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പോൾ സ്കിൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് പേസ്റ്റ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഹെർബൽ പേസ്റ്റുകളായിട്ടുള്ള മഞ്ഞളും തൈരും മിക്സ് ചെയ്തിട്ടുള്ള പേസ്റ്റ് നമുക്ക് കഴുത്തിന് ചുറ്റും അല്ലെങ്കിൽ കറുപ്പ് നിറമുള്ള ഭാഗത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. മഞ്ഞളിലാണെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ സ്കിൻ ആ ഒരു ഭാഗത്ത് ബ്രൈറ്റൻ ആവാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അലോവേറയും ലെമൺ ജ്യൂസിലാണെങ്കിൽ വിറ്റമിൻ ഇ നല്ലപോലെ അടങ്ങിയിട്ടുണ്ട്. അലോവേറ കുറച്ചും കൂടി ഹൈഡ്രേഷനും കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രണ്ട് പേസ്റ്റുകൾ നിങ്ങൾക്ക് മാറി മാറി യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഡയബറ്റീസ്, ഹോർമോണൽ ഇംബാലൻസ്, വെയിറ്റ് ലോസ്, ഈ 3 കാര്യങ്ങൾക്ക് ആദ്യം തന്നെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് സ്കിന്ന് നമുക്ക് തരുന്ന ഒരു ലക്ഷണമാണ്, ഒരു വാർണിംഗ് സൈനാണ് ഈ കഴുത്തിന് ചുറ്റിനുള്ള കറുപ്പ് നിറം. അപ്പോൾ ആ കാര്യങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആ ഒരു അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് റിവേഴ്സ് ചെയ്ത് മാനേജ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ആശ്വാസം കിട്ടും. പിന്നെ ഒരിക്കലും ശരീരം ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ അത് നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയരുത്. പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറിനായിട്ട് ഒരു കൺസൾട്ടേഷൻ ഒക്കെ എടുത്ത് എന്താണ് എന്നുള്ളത് അറിയാനായിട്ട് ശ്രമിക്കുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. ഈ പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ യൂട്യൂബ് ചാനലായിട്ടുള്ള ആയുർജൻ ബൈ ഡോക്ടറിനിലെയും ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള ആയുർജൻ ഹെൽത്തും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ ഡെയിലി നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരാം. ദിസ് ഇസ് ഡോക്ടർ മേരി ജോബ്സൺ സൈനിങ് ഓഫ്.